ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ വിഷു പ്രമാണിച്ചിട്ട് ബാംഗ്ലൂർ എത്തിയിട്ടോ. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ചു. ബേബിക്ക് എന്താ വെച്ചാൽ പനി പിടിച്ചു കിട്ടും. ആ ടൈമിൽ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന വരുമ്പോൾ പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് തലേ ദിവസം അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ചിട്ടൊക്കെ അവളെ വിളിച്ചത് കേട്ടോ. അപ്പോൾ മേമ റെഡിയാക്കുകയാണ്. കനി വെക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ഓരോന്നായിട്ട് അവർ റെഡിയാക്കുകയാണ്. വിഷു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരിക ഓർമ്മ ഒരു വിഷുക്കണി, അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുക അല്ലേ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വിഷു ആഘോഷിക്കുക. ഇതിപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരുമാണ്, ഫ്ലാറ്റും അല്ലേ. പറ്റുന്ന രീതിയിൽ കണി ഒരുക്കിയിട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇതവർ ഏതോ 2 കൊല്ലം മുന്നേ ഒരു വിഷുക്കണി സെറ്റ് വാങ്ങിയതാണ് കേട്ടോ, ഇങ്ങനെ വെക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോന്നായി കൃഷ്ണനെ വെച്ചു. ഉരുളി ചെറുതാണ്, അത് കാരണം അതിൽ പറ്റാവുന്ന സാധനങ്ങളൊക്കെ അതിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ, അതുപോലെ തന്നെ മത്തങ്ങ, വെള്ളരി, പിന്നെ ആപ്പിള്, മാങ്ങ, മുന്തിരി, അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ്, എല്ലാ സാധനങ്ങളും വെക്കും. പൈനാപ്പിള് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേബി ഒരു ഉഷാറായി വരുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ വേദവും അതുപോലെ തന്നെ ശിവിയും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇടയ്ക്ക് അതൊക്കെ എടുക്കാനൊക്കെ നോക്കിയിട്ടോ അവർ. മുന്തിരിയൊക്കെ, വേദുവിന് മുന്തിരി പറഞ്ഞ ജീവനാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാനൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ വലിയൊരു ചക്ക തന്നെ ഞങ്ങൾക്ക് കണി വെക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതവർ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞിട്ടോ. ചക്ക അത് പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുണ്ട്, സിന്ദൂരം, അതുപോലെ തന്നെ കൺമഷി, വാൽക്കണ്ണാടി, മഞ്ചാടി, പിന്നെ പൈസ, അതുപോലെ തന്നെ എല്ലാം വയ്ക്കും. പിന്നെ ഓരോരുത്തർ ഓരോ സ്ഥലത്ത്, അതുപോലെ ഓരോ ജില്ലയിൽ ഓരോ ടൈപ്പായിരിക്കും. ഇപ്പോൾ സമൃദ്ധമായ കണിയൊരുക്കലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ചിലവർ. നമുക്ക് നമ്മുടെ പരിധിയിൽ ഒതുങ്ങുന്ന ഒരു കണി അടിപൊളി. ഞങ്ങൾക്ക് പക്ഷെ അത് നല്ല അടിപൊളി കണിയാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ഞങ്ങൾ വെക്കില്ല നാട്ടിലൊന്നും. അപ്പോൾ ഞാൻ വിഷു ആഘോഷിച്ചിട്ട് കുറച്ചായി. കാരണം ഞങ്ങൾ നാട്ടിലുണ്ടായില്ല കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് വിഷു ആഘോഷിച്ചത് കേട്ടോ. പിന്നെ വിളക്കൊക്കെ വെച്ചു. പിന്നെ ഒരു ലൈറ്റ് പോലെ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവിടെയും ഇട്ടു. അപ്പോൾ അത് ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അത് മാത്രം ഇട്ടാൽ അതൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ ചേമ്പ് തൊട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് അത് കാണാണ്ടായിരുന്നില്ല, ചക്കട വലിപ്പം കാരണം അത് കാണാണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കുഞ്ഞു ഉരുളിയിലൊക്കെ ഇങ്ങനെ, ഉരുളിയല്ല മറ്റേ കിണ്ടി ഉണ്ടല്ലോ, കുഞ്ഞു കിണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നെല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചേ. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം കണി കാണണ്ടേ. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ പിന്നെ ബേബിക്ക് വല്ലാണ്ട് കുഴപ്പമുണ്ടായില്ല കേട്ടോ. രാത്രി പനിച്ചു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇവരതിൻ്റെ ഇടയിൽ ഒരു തല്ലൂട്ടും പിടിമലിയും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആർക്കാണ് ഇത് കിട്ടുക നല്ലൊരു മത്സരമാണ് അവിടെ നടക്കുന്നത്. എനിക്ക് കിട്ടുമോ എന്ന് ശിവയും, എനിക്ക് കിട്ടുമോ എന്ന് വേദുവോ എന്നുള്ള ഒരു ഇതിലാണ്. എന്നിട്ട് അവസാനം വേദു പിടിച്ച് വലിച്ചു കേട്ടോ. എങ്ങനെയൊക്കെയോ അതിൻ്റെ ഒരു കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ റെഡിയായി. പിന്നെ കുറച്ച് നേരമൊക്കെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തിയിട്ടും തള്ളിയിട്ടൊക്കെ കളിക്കും, കുട്ടികളല്ലേ. പിന്നെ കുറച്ച് ദിവസം ഇവിടുന്ന് പോണ വരെ ഒരു എൻജോയ്മെൻ്റ് ആവുമല്ലോ അവർക്ക്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് കണി കണ്ടുവിട്ട് എല്ലാവരും. കുട്ടികളൊക്കെ പിന്നെ ഒത്തിരി നേരം വൈകിട്ടാട്ടോ എണീറ്റ്. നേരത്തെ ഒന്നും അവരെ എണീപ്പിച്ചില്ല. അപ്പോൾ വേദു ഇതാ കണിയൊക്കെ കാണാൻ എണീറ്റ് തൊഴുത് നിൽക്കുകയാണ് കേട്ടോ. അവനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയി. പിന്നെ അപ്പം അപ്പൂട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പൂട്ടൻ വിഷുവിൻ്റെ അന്ന് രാത്രി ബുഗ്ഗേക്ക് തന്നെ തിരിച്ചു പോയി. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ, ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പൂട്ടിന് ലീവില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത ആഴ്ച വരുന്നത്. രാവിലെ എഴുന്നേറ്റു, എല്ലാവരും ഓരോ പണികളായിട്ട് നിന്നു. അവരൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞങ്ങളതാണ് ആദ്യം എണീറ്റ്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ അടുത്ത ഫ്ലാറ്റ് പണി തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം കുളിച്ചു, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി നൂൽപുട്ടും ഇഷ്ടമായിരുന്നേ. ഇപ്പോഴാണ് നൂൽപുട്ടൊക്കെ ഒന്ന് കഴിച്ചത് കുറേ ദിവസങ്ങൾക്ക് ശേഷം. പിന്നെ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് പോലെ നടത്തിയിട്ടോ. എല്ലാവരും റെഡിയായി, മുല്ലപ്പൂവൊക്കെ കൊണ്ടുവന്നു. അമ്മ രാവിലെ പുറത്ത് പോയപ്പോൾ ബേബീനെ ഈ ഉടുപ്പാണ് ഇടിപ്പിച്ചത് കേട്ടോ. പിന്നെ എല്ലാവരും റെഡിയായി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഓരോ പണികളൊക്കെ അമ്മ അങ്ങനെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേറെ ഓരോന്നൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടി. പിന്നെ തലേദിവസം കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇവർ നുറുക്കോ കൊള്ളി ചിപ്സോ അങ്ങനെ എന്തൊക്കെയോ കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ ഇവർ പടക്കം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി വന്നു. വേദുവിനായിരുന്നു നിർബന്ധം കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ എല്ലാ സദ്യവട്ടങ്ങളും ഞങ്ങൾ നിലത്തങ്ങോട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, നിലത്ത് വെച്ചിട്ട്. അപ്പോൾ വിളക്കത്ത് വിളമ്പി പിന്നെ ഇലയൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു സദ്യ തന്നെ കഴിച്ചിട്ട്. കുറേ കാലത്തിന് ശേഷം നല്ല അടിപൊളി മാങ്ങാക്കൂട്ടാനായിരുന്നേ. എനിക്ക് പണ്ടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ മാങ്ങാക്കൂട്ടാൻ, മധുരമല്ലേ വെച്ചിട്ട്. പക്ഷേ ഇപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ വിഭവം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. വൈകുന്നേരം താഴത്തേക്ക് ഇറങ്ങി കളിക്കാൻ. ശിവയുടെ ഗ്യാങ്ങാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ വേദു ഫസ്റ്റ് ടൈമാണല്ലോ വേദും ബേബി ഇങ്ങനെ കളിക്കാൻ ഇറങ്ങുന്നത്. ഇപ്പോൾ സൈക്കിൾ ഓടിക്കുകയായിരുന്നു വേദുവിൻ്റെ. വേദുവിൻ്റെ അല്ല ശിവയുടെ. വേദു സൈക്കിൾ ഓടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നാട്ടിൽ പോയിട്ട് വേണം അവനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക. അവനെ ഓടിക്കാനും അറിയില്ല. അപ്പോൾ ഇവിടുന്ന് പോണതിൻ്റെ മുന്നേ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ വിചാരിച്ചിട്ട്
ഞങ്ങൾ അവനോട് ഓടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ബാക്കിക്കാണ് ആക്കുന്നത് കേട്ടോ, ഫ്രണ്ടിക്ക് അല്ല. അതിങ്ങനെ മെല്ലെ ഇനി പഠിച്ച് വരണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ആദ്യത്തെ കുറച്ച് ദിവസം. ബേബിയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് നേരം ആ സൈക്കിളൊക്കെ ഇങ്ങനെ ഓടിച്ചു. പിന്നെ ആ കുട്ടികളുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ. കുട്ടികൾ പറഞ്ഞാൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കരയും, അങ്ങോട്ട് കരയും ഇങ്ങോട്ട് കരയും, തല്ലൂട്ടം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവർ കുറച്ച് സ്ട്രോങ് ആവും വേദു. മറ്റേത് വേദുവിന് ഇങ്ങനെ ശീലങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറേ നേരം അവിടെ പുറത്തിരുന്ന് കുറേ നേരം കളിച്ചു കേട്ടോ അവർ. ഈ എന്താ പറയുക, അവിടെ പണിയൊക്കെ നടക്കണോണ്ട് ഇങ്ങനെ കല്ലോളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഫുൾ ടൈം കളി. ഒരു 6:30 നേരം വരെയൊക്കെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇരുട്ടായപ്പോൾ ഞങ്ങളിന്ന് പടക്കം പൊട്ടിക്കാൻ കേട്ടോ. വേദുവിനായിരുന്നു നിർബന്ധം പടക്കം പൊട്ടിക്കണം. പക്ഷേ ഇവൻ ഏതാ വളവൻ, അതങ്ങോട്ട് കണ്ടപ്പോൾ അവനെ പേടിയാ പറഞ്ഞിട്ട് അവനാ മാറി നിന്നു. ഇവൻ്റെ ഒറ്റ നിർബന്ധത്തിലാണ് അപ്പൂട്ടനും ജെലിനൊക്കെ പോയിട്ട് പടക്കം മറ്റേ പൂത്തിട്ട് ഇതൊക്കെ വാങ്ങിയേട്ടോ. പക്ഷെ ഇവനെ പേടിയാ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ഇനി പടക്കമാണോ എന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ സൗണ്ട് കേൾക്കാം. ഞങ്ങൾ ഈ പൂത്തിരി കമ്പിത്തിരി മത്തപ്പൂ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് കത്തിച്ചു. അത്യാവശ്യം കുറേ നേരം ഞങ്ങൾ അവിടെ ഒന്ന് കത്തിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കത്തിച്ചപ്പോൾ ഇവിടെ പുല്ലുണ്ടായിരുന്നു, ഉണങ്ങിയ പുല്ലുണ്ടായിരുന്നു. ആ ഉണങ്ങിയ പുല്ല് ചെറുതായി ഒന്ന് കത്തിയിട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നേ. വെള്ളം ഒഴിച്ച് ഞങ്ങൾ വേഗം അത് തീ അണച്ചു. ഈ വേദു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത്, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വേദു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അത് വേദു കണ്ടോ മാറിക്കുക, പേടിയാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വേദു മാറിക്കണത്. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷു ഞങ്ങൾ ബാംഗ്ലൂരിൽ അടിച്ചു പൊളിച്ചു ഗൈസ്. ഇനി അടുത്ത കൊല്ലം ഞങ്ങൾ നാട്ടിലായിരിക്കും കേട്ടോ. നാവും വിചാരിക്കുന്ന അറിയില്ല. കാരണം 2 മാസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബുഗേക്ക് പോയത്. പക്ഷേ നടന്നില്ല. പിന്നെ വേഗം 1 മാസം നിൽക്കാനേ പറ്റിയുള്ളൂ. പിന്നെ ബുക്കേത്ത എല്ലാവരും ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവരൊക്കെ അന്വേഷിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പൂട്ടിനോട് നാട്ടിലെ ബുഗയിലെത്തിയപ്പോൾ ചോദിച്ചു എല്ലാവരും ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഓർക്കുന്നതിൽ സന്തോഷം. ഞങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു ഇതൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയാണല്ലോ, നമ്മൾ നാട്ടിൽ നിന്ന് മാറിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും. അവിടെയായിട്ട് സെറ്റാവാൻ ടൈം എടുക്കുമല്ലോ. അപ്പോൾ അത് സെറ്റായി. അപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു. അങ്ങനെ ബാംഗ്ലൂർ എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദിവസം നിന്നിട്ട് നാട്ടിലേക്ക് അങ്ങോട്ട് പോവും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിഷു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറേയൊന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് പറ്റണ ഇതൊക്കെ എടുത്ത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഒരു വിഷു വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.